വേടന് വലിയ ജനപിന്തുണ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ കൗമാരത്തെ സ്വാധീനിക്കാൻ വേടനെ പോലെ കഴിവുള്ള മറ്റൊരാൾ ഉണ്ടായെന്ന് വരില്ല. വേറൊരാളും ഇല്ല എന്നതാണ് വാസ്തവം. സിനിമയിലോ സാഹിത്യത്തിലോ രാഷ്ട്രീയത്തിലോ ഒന്നും വേടനെ പോലെ സാധാരണക്കാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. വേടനെ ചെറുതായി കാണരുത്. വേടൻ ഈ സമൂഹത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. വേടനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുന്നു. വേടനെ കൗമാരക്കാർക്കിടയിലേക്ക് പ്രതിഷ്ഠിക്കുക, അങ്ങനെ വേടന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുക എന്ന സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു കഞ്ചാവ് കേസിലെ അറസ്റ്റും തുടർന്ന് വനം വകുപ്പിന്റെ ജാമ്യമില്ലാതെയുള്ള അറസ്റ്റും. കഞ്ചാവ് ഉപയോഗിക്കുകയും കൈവശം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന പല പ്രമുഖരെയും വെറുതെ വിടുന്ന സർക്കാർ വേടന്റെ പിന്നാലെ പോയത് അത് നിലനിൽക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ്. വേടന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതൊരു അംഗീകാരമായിരുന്നു. കഞ്ചാവ് അടിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും ലഹളയുണ്ടാക്കുന്നതും ഒക്കെ മഹത്തായ സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് കരുതുന്ന കൗമാരത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവായി വേടനെ പ്രതിഷ്ഠിക്കാനുള്ള അണ്ടർലൈനായി, അടിവരയായി അത് മാറി. മാത്രമല്ല, വനം വകുപ്പിന്റെ നീതിരഹിതമായ ഇടപെടലിലൂടെ കൗമാരക്കാർക്കപ്പുറത്തേക്ക് പൊതുസമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും വേടനായി. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ വേടൻ പറയുന്നു, ശ്രീരാമൻ എന്ന മര്യാദ പുരുഷനെ കുറിച്ച് താൻ ഒരിടത്തും കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ജയ് ശ്രീറാം എന്ന് താൻ കേൾക്കുന്നത് കൊല്ലാനും കൊള്ള നടത്താനും വേണ്ടി മാത്രമാണെന്ന്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ ആരാധ്യ പുരുഷനാണ് ശ്രീരാമൻ. ശ്രീരാമന്റെ ജീവിതം അവർക്കൊക്കെ പ്രചോദനമാണ്. ശ്രീരാമൻ ആരെയും കൊല്ലാനോ കൊല്ലിക്കാനോ പഠിപ്പിച്ചിട്ടില്ല. ശ്രീരാമന്റെ മഹത്തായ വിജയം ഓരോ ഭാരതീയന്റെയും വിജയമാണെന്നാണ് ഹിന്ദു വിശ്വാസികൾ കരുതുന്നത്. ആ ഹിന്ദു വിശ്വാസത്തിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ നിറയൊഴിക്കാൻ വേടനുണ്ടായ ധൈര്യം വേടൻ മറ്റൊരു മതത്തോട് കാണിക്കുമോ? ജയ് ശ്രീറാം വിളിച്ച് എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വേടൻ പറയണം. ജയ് ശ്രീറാം എന്ന മധുര മന്ത്രത്തിൽ ലയിച്ചിരിക്കുന്ന ഭക്തരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വിവരം കെട്ടവർ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് കൊല നടത്തിയിട്ടുണ്ടാവാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ ശ്രീരാമൻ എന്ന നല്ല പുരുഷനെ കുറിച്ച് താൻ കേട്ടിട്ടേയില്ല. കേട്ടിട്ടുള്ളതെല്ലാം ജയ് ശ്രീറാം എന്ന കൊലവിളിയാണ് എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസികളെ വ്രണപ്പെടുത്താനാണ്. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടാണ് ലോകമെമ്പാടും പല മുസ്ലിം ഭീകരരും കൊല നടത്തുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ അങ്ങനെ വിളിച്ചു പറയാൻ ഒരു വേടനും ധൈര്യമില്ല. അതേസമയം ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ അത് കൊലപാതകത്തിന്റെ പ്രതീകമാണ് എന്ന് പറയാൻ ഇവർക്കാർക്കും ഒരു മടിയുമില്ല. ഇത് ഇരട്ടത്താപ്പും അങ്ങേയറ്റം ഹീനകരമായ മതനിന്ദയുമാണ്. ദളിതിന്റെ പേരിൽ ദിവസം 15 ലക്ഷം രൂപ കൂലി വാങ്ങുന്നതും ജീവിക്കുന്നതും ഒന്നും തെറ്റല്ല. കലാകാരൻ എന്ന നിലയിൽ വേടനെ ഒതുക്കാൻ ശ്രമിക്കുന്നതിനോടും യോജിപ്പില്ല. എന്നാൽ ഹിന്ദുവിന്റെ വികാരത്തെ മാത്രം വ്രണപ്പെടുത്തിക്കൊണ്ട് അതിന് കിട്ടുന്ന കയ്യടിയിലൂടെ തന്റെ ദിവസക്കൂലി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം മോശമാണ്. മതേതര ചാനലിൽ നിന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിരന്തരം വർഗീയത വിളമ്പുന്ന മീഡിയ വൺ ഈ അവസരം മുതലെടുത്തു. രാമനെ അറിയില്ല, ജയ് ശ്രീറാം എന്നാൽ കൊലവിളിയാണ് എന്ന് പറഞ്ഞപ്പോൾ മീഡിയ വണിലെ അടുപ്പുട്ടിച്ചട്ടക്കാർക്ക് വല്ലാത്ത ആവേശം തോന്നി. അവരതേക്കുറിച്ച് ആവേശത്തോടെ ഒരു ചർച്ചയും നടത്തി.